ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഷാമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ പയറും കൂർക്കയും കൂടിയിട്ടുള്ളൊരു മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ കൂർക്ക എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. കൂർക്കയിൽ വലിയ പ്രോട്ടീൻസ് ഒന്നുമില്ല, എന്നാലും വിറ്റാമിൻ സിയും ബിയും ഉണ്ട്. പിന്നെ പയറാണെങ്കിൽ ഒരു റിച്ച് പ്രോട്ടീൻ തന്നെയാണ്. കാരണം കൂർക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. കൂർക്ക മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് കാര്യമില്ല. അതിനാണ് ഞാൻ ഈ പയർ വെച്ചിരിക്കുന്നത് കൂടെ. അപ്പോൾ ഈ പയറാണെങ്കിലോ നല്ല പ്രോട്ടീനുള്ളൊരു സാധനമാണ്, കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതിലേക്ക് 2 പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി 3-4 പിന്നെ കറിവേപ്പില, പിന്നെ കടുകൊക്കെ നമ്മൾ താളിക്കും. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ പയർ കുക്കറിലൊന്ന് വേവിക്കും. അത് കഴിഞ്ഞിട്ട് ഉപ്പിടാതെയാണ് വേവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വിസിൽ വന്നാൽ മതി. അതേപോലെ ഈ കൂർക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് ചീരച്ചട്ടിയിൽ വെച്ചിട്ട് വേവിക്കാം. കൂർക്ക ഞാൻ എന്ത് ചെയ്യും, വേഗമാവാൻ വേണ്ടിയിട്ട് കൂർക്കയും ഞാൻ ഈ പയർ ആയി കഴിഞ്ഞതിന് ശേഷം ഈ കൂർക്ക ഞാനൊന്ന് ജസ്റ്റ് ആ കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിൽ, അത് കഴിഞ്ഞ ഉടനെ നമ്മൾ അത് ഓഫാക്കിയതിന് ശേഷം രണ്ടും വെള്ളം വാരാനായിട്ട് വെക്കണം. ബാക്കി ഞാൻ പിന്നീട് കാണിക്കാം. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ നമ്മുടെ കൂർക്കയും അതേപോലെ പയറും നന്നായിട്ട് വെന്ത് വന്നിട്ടില്ല. കാരണം കുറച്ച് ഇതേ പാകത്തിൽ മതി, വല്ലാതെ വെന്ത് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഞാൻ അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ആ പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. നിങ്ങൾ വിചാരിക്കേണ്ടാവും എല്ലാം സ്റ്റീൽ പാത്രങ്ങളാണല്ലോ. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം സ്റ്റീൽ പാത്രങ്ങളാണ്. എനിക്കിപ്പോഴത്തെ ഈ ഫൈബർ അതേപോലെ മറ്റുള്ള പാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെയാണ് ഇഷ്ടം. ഇനി ഞാൻ ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് കടുകിടും. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പച്ചമുളകും 2-3 ചെറിയ ഉള്ളിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. സിമ്മിലാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഉള്ളി, കടുകൊന്ന് ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇതാ ചെറിയ ഉള്ളി ഇട്ടു, പിന്നെ അതേപോലെ പച്ചമുളക് ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷമാണ് കേട്ടോ ഞാനിതൊക്കെ ഇട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികൾക്ക് ഒക്കെ നമ്മളെ ഈ പയറും കൂർക്ക ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഇഷ്ടം, കുട്ടികൾക്കെന്നല്ല എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കൂടെ ഒരു പയറും ഇട്ട് കൊടുക്കുക. പയറിട്ട് കൊടുത്താൽ ഹൈ പ്രോട്ടീനാണ് പയർ. കൂർക്കയിൽ സിയേ ഉള്ളൂ, പക്ഷേ എന്നിരുന്നാലും കൂർക്കയിലും കുറച്ച് ഫൈബർ ഉണ്ട്. പയറിലാണെങ്കിലും ഫൈബറും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. എല്ലാവർക്കും നല്ലതാണ്. ഞാനെപ്പോഴും വിചാരിക്കും, ഞാൻ ഫിഷൊക്കെ കഴിക്കാത്ത കാരണം ഞാനും കുറച്ച് കഴിച്ചേക്കാമെന്ന് വിചാരിക്കും. അധികം ഞാൻ ഈ പയറൊക്കെ പിന്നെ നമ്മുടെ ഈ മെഴുക്കുവരട്ടിയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. നോക്കൂ, ഇപ്പോൾ നന്നായിട്ട് ഇത്രയൊക്കെ ആയാൽ മതി. കൂടുതലായിട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ ഉള്ളിയുടെ ഒരു ടേസ്റ്റ്, ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ, വലിയ ഉള്ളി ഇടരുത് നിങ്ങൾ. അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിലേക്ക് ഈ ആക്കി വെച്ചിട്ടുള്ള പയറും അതേപോലെ കൂർക്കയും അതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് ഓയിൽ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കൂർക്കയും പയറും ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. മെഴുക്ക് വരട്ടി, ഉപ്പേരി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, മെഴുക്ക് വരട്ടി. അതേപോലെ തേങ്ങ ഇടാറില്ല ഞാൻ, അധികം ഉപ്പേരികളിലും തേങ്ങ ഇടാറില്ല. നോക്കൂ, നമ്മുടെ മെഴുക്ക് വരട്ടി, കൂർക്ക അതേപോലെ പയർ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് ഇതും കുറച്ച് തൈരും മാത്രം ഉണ്ടായാൽ മതി നമുക്ക് ചോറിന്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് കൂർക്ക പയർ മെഴുക്ക് വരട്ടി. താങ്ക് യു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.